സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാനാണ് സാധ്യത. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കൊടും ചൂടിൽ ജനം വലയുകയാണ്. പാലക്കാട് ജനിച്ച് വളർന്നവർക്ക് ഇവിടെ താങ്ങും, വെളിയിൽ നിന്ന് വരില്ലേ, അവർക്കാണ് താങ്ങാൻ പറ്റാത്തത്. 40,000 43,000 ഞങ്ങൾ താങ്ങുന്നുണ്ട്. ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ പോകണ്ട്, 10 പോകുന്നുണ്ട്. പാലക്കാടൊക്കെ 10 പോകുന്നുണ്ട്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കനത്ത ചൂടായതിനാൽ അങ്കണവാടികളിൽ കുട്ടികളെ അയക്കണോ എന്നത് മാതാപിതാക്കൾക്ക് തീരുമാനിക്കാമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. അംഗൻവാടികൾക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഓർഡറിൽ. കാരണം അംഗൻവാടികൾ എപ്പോഴും നമ്മൾ കുട്ടികളെ വിടുക എന്നുള്ളത് മാതാപിതാക്കളുടെയും കൂടെ ഒരു ചോയ്സ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 24 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപയോഗം 106.035 ദശലക്ഷം യൂണിറ്റാണ്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5600 മെഗാവാട്ടായി. വേനൽ മഴ ലഭിച്ചാൽ പ്രതിസന്ധി ഒഴിവാക്കാൻ കഴിയുമെന്നാണ് KSEBയുടെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.